പ്രിയങ്ക ഹരി. നമുക്കിനി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷന്റെ അതിൽ പെർമ്യൂട്ടേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ആദ്യം എന്താ പെർമ്യൂട്ടേഷൻ നോക്കാം. പെർമ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു പി എന്നുള്ള അല്ലെങ്കിൽ പി ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന് 6 അറ്റ് എ ടൈം എടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അതാണ് നോക്കൂ, ഇത് ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ അറ്റ് എ ടൈം വെൻ ദ റിപ്പീറ്റേഷൻ ഓഫ് ഒബ്ജക്ട് ഈസ് അലൗഡ് ഈസ് n raised to n. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് 6 ഒബ്ജക്ട്സ് അറ്റ് എ ടൈം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ NPR ആണ്. പക്ഷെ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ എന്നും നമ്മൾ അറ്റ് എ ടൈം എടുക്കുന്നു. എങ്ങനെ? വിത്ത് റിപ്പീറ്റേഷൻ. അതിനെ വീണ്ടും എടുക്കാം, വീണ്ടും എടുക്കാം, വീണ്ടും എടുക്കാം എന്ന് അങ്ങനെ വരുവാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ പെർമ്യൂട്ടേഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കാണേണ്ടത് n raised to n ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ 6 അറ്റ് എ ടൈം ആണ് വരുന്നത് എങ്കിൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ, റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസാണ് NPR പറഞ്ഞ്, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? n raised to r. ദിസ് ഈസ് സെക്കൻഡ് ടൈപ്പ്. ഇനി തേർഡ് ടൈപ്പ് നോക്കൂ. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ഓഫ് വിച്ച് P1 are of one kind, P2 are of second kind, Pk are of k kind, and the rest if any are of different kinds is. അതായത് ഒരു ഇതില് ഒരു എന്താ പറയാ, ഒരു 10 എന്താ പറയാ ഒബ്ജക്ട്സ് ഉണ്ട്. 10 ഒബ്ജക്ട്സില് 2 4 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. 2 4 വട്ടം റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാല് അതായത് ഒന്ന് തന്നെ 4 ഉണ്ട്, അടുത്ത ടൈപ്പ് 4, മൊത്തം 8 പിന്നെ 2 ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന കേസിൽ, അതായത് തന്നിരിക്കുന്ന ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആയിരിക്കില്ല, തന്ന ഒബ്ജക്ട്സിൽ തന്നെ സെയിം ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ കാണാൻ പറയാന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയുണ്ടോ അതിന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഏതാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിന്റെ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും. അത്രയും ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കൂ, ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അലഹാബാദ്. ഇവിടെ നോക്കൂ, അലഹാബാദ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഇപ്പൊ റോസ് എന്നൊക്കെ ആണെങ്കിൽ അതെല്ലാം 4 ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ അലഹാബാദ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനെ ഇപ്പൊ 9 ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ റോസ് എന്നത് ROSC വെച്ച് നമ്മൾ എത്ര വേർഡ്സ് ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോ ഇതിൽ 4 ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് 4 വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു. ആക്ച്വലി ഇത് എന്താണ്? 4 ഫാക്ടോറിയൽ അല്ലേ? 4 into 3 into 2 into 1 എന്ന് പറയാം അല്ലേ? അപ്പൊ 6 ലെറ്റേഴ്സ് ആണ്, 6 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എത്ര ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണു അടച്ചിട്ട് 6 ഫാക്ടോറിയൽ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 9 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ പോലും അതിൽ എ നോക്കിക്കേ, എ എ എ 4 വട്ടം എ വരുന്നുണ്ട്. എല്ലോ 2 വട്ടം വരുന്നുണ്ട് അല്ലേ? സോ 2 വട്ടം എൽ വരുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 വട്ടം എ വരുന്നത് കൊണ്ട് അത് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആള്. ഓക്കെ, അപ്പൊ 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ ഇങ്ങനെ എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയാം. ഇതിൽ ഹയസ്റ്റ് ഫാക്ടോറിയൽ 4 അല്ലേ? ഇപ്പൊ ഞാൻ അതിനെ 9 into 8 into 7 into 6 into 5 into 4 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. എന്നിട്ട് ഇത് 4 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവുന്നു. ഇവിടെ 2 ഉണ്ട്. 2 എന്നത് ഇതിൽ 3 മൈനസ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. ചില കേസിൽ നമ്മുടെ ഓപ്ഷനിൽ തന്നെ ഇങ്ങനെ അവര് ഫൈനൽ ആൻസർ ഇങ്ങനെ വലിയ കാൽക്കുലേഷൻ ചെയ്യാതെ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിൽ ഏതാന്നുള്ളത് ചൂസ് ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 4-digit numbers can be formed by using the digits 1 to 9 if repetition of objects is not allowed? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 1 മുതൽ 9 വരെയുള്ളതിൽ ആകെ 9 എണ്ണം എന്താ പറയാ 9 ലെറ്റേഴ്സ്, സോറി 9
നമ്പേഴ്സ് ആണുള്ളത് അല്ലെ 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 9 നമ്പേഴ്സ് ആണ് ഉള്ളത്. 9 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 4 യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യും? 4 യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ 9p4 ആ ചെയ്യേണ്ടത്. കാരണം അവിടെ റിപ്പീറ്റേഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 ഫാക്ടോറിയൽ ബൈ 9 മൈനസ് 4 ഫാക്ടോറിയൽ വിച്ച് ഇംപ്ലൈസ് 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത നോക്കിക്കോളൂ. ഹൗ മെനി നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 can be formed with the digits 0, 1, 2, 3, 4, 5 if the repetition of the digits is not allowed. അതായത് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് 100നും 1000നും ഇടയ്ക്ക്? എങ്ങനെ? 0, 1, 2, 3, 4, 5 എന്നീ 6 ഡിജിറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും നോക്കൂ. 3 ഡിജിറ്റ് നമ്പർ ആണ് ഇവിടെ കൊടുത്തു. ഇതിലൂടെ നോക്കൂ, 1, 2, 3, 4, 5, 6 ഡിജിറ്റ് ഉണ്ട്. ഇതില് ഫസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും 0 പറ്റില്ല. പിന്നെ 0യിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഡിജിറ്റ് ഇല്ല എന്നർത്ഥം. അപ്പൊ അത് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. സോ ഫസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വരാനുള്ള ചാൻസസ് ഏതാണ്? ആകെ 5 നമ്പേഴ്സിന് ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം 0 ഇല്ലാത്ത ബാക്കി 5 നമ്പേഴ്സ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എത്ര നമ്പേഴ്സ് വരാം? ഇവിടെ 0 നമ്മൾ ഒഴിവാക്കിയിട്ട് 5 നമ്പേഴ്സ് ആണ്. ഇനി ഇവിടെ ഏതോ ഒന്ന് ഒക്യുപ്പൈ ചെയ്തിട്ടാണ്. അത് 1, 2, 3, 4, 5 അങ്ങനെ ഏതോ ഒരു 5 ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 ഒന്ന് ഇവിടെ ഒക്യുപ്പൈ ചെയ്താൽ പിന്നെ ബാലൻസ് ഏതാണുള്ള? ബാലൻസ് 5 തന്നെയാണ്. ഇനിയുള്ളത് ഏതാ? ഇവിടെ 2 വന്നു. ഇനി 6 ആകെ 4 ഉള്ളൂ. അപ്പൊ എത്ര വരിക? 5 into 5 into 4. അപ്പൊ എത്ര വരും? 100 നമ്പേഴ്സ് ആണ് 100നും 1000നും ഇടയ്ക്ക് 0, 1, 2, 3, 4, 5 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് കാൽക്കുലേഷൻസ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. NP5 ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ. NP5 ഈക്വൽ ടു 42 NP3 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 4നേക്കാൾ വലുതുമാണെങ്കിൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എളുപ്പമാണ്. n ഫാക്ടോറിയൽ ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. ഇപ്പൊ n ഫാക്ടോറിയൽ ക്യാൻസൽ. എന്നിൽ നിന്നും 5 കുറയ്ക്കുന്നതാണോ വലുത്? എന്നിൽ നിന്നും 3 കുറയ്ക്കുന്നതാണോ വലുത്? 3 കുറയ്ക്കുന്നല്ലേ, ചെറിയ നമ്പർ കുറച്ചാലേ വലിയ ക്വാണ്ടിറ്റി ആവുള്ളൂ. സോ ഞാൻ അതിനെ n മൈനസ് 5 ഫാക്ടോറിയലിനെ അതുപോലെ തന്നെ എഴുതി. 42 ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയലിനെ n മൈനസ് 3 ഇൻറ്റു n മൈനസ് 3 മൈനസ് 1. എന്താ കാരണം? We know that n factorial equal to n into n minus 1 factorial or n minus 1 into n minus 2 factorial എന്നൊക്കെ എഴുതാം. So n minus 3 minus 1 into n minus 3 minus 2 factorial which implies 1 by n minus 5 factorial equal to 42 divided by n minus 3 into n minus 4 into n minus 5 factorial. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n minus 3 into n minus 4 equal to 42 എന്ന് വന്നു. Which implies n square minus 7n plus 12 equal to 0 എന്ന് വരും. ഇത് 12 equal to 42 എന്ന് വന്നു. That is n square minus 7n 42 ഇങ്ങോട്ട് വരുമ്പോൾ minus 30 equal to 0. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 30യും ആഡ് ചെയ്യുമ്പോൾ minus 7ഉം വരണം. That is n minus 10ഉം n plus 3 equal to 0. അതായത് എന്നിന്റെ വാല്യൂ 10ഉം വന്നു മൈനസ് 3ഉം വന്നു. ഇവിടെ n greater than 4 എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ആൻസർ ഈസ് n equal to 10. ഓക്കെ, എന്ത് ചെയ്തു? പറഞ്ഞത് അങ്ങനെ ചുമ്മാ എക്സ്പാൻഡ് ചെയ്ത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതെങ്ങനെ ചെയ്യാം? ഇതെന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 1 factorial by n minus 1 minus 4 factorial equal to 5 by 3. That is n factorial ഞാൻ n into n minus 1 എന്ന് എഴുതുന്നു. ഇത് n minus 4 factorial അതിന് n minus 4 into n minus 5 factorial എന്ന് എഴുതുന്നു. ഇതേപോലെ കേട്ടോ. അടുത്തത് n minus 1 factorial by
n minus 5 factorial equal to 5/3. Cancel ചെയ്തു, which implies n by n minus 4 equal to 5/3, which implies 3n equal to 5n minus 20, 2n equal to 20, n equal to 10. n equal to 10. രണ്ട് കേസിലും n-ന്റെ വാല്യൂ എന്താ വരുന്നത്? 10 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച ഫോർമുല യൂസ് ചെയ്ത് ചുമ്മാ എക്സ്പാൻഡ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കുക. അതായത് ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Find R if 5 4PR equal to 6 5P minus PR minus 1. ഇതേപോലെ തന്നെ 5 into എന്താ ചെയ്യാ 4PR. അപ്പൊ എന്താ വരിക 4 factorial by 4. n-ന്റെ പകരം 4 ആണ്. അപ്പൊ 4 minus R factorial equal to 6 into 5 factorial by 5 minus R minus 1 factorial ആണ്. That is 5 into 4 factorial divided by 4 minus R factorial equal to 6 into 5 factorial by 5 minus എന്താ പ്ലസ് ആയി അല്ലെ? അപ്പൊ 6 minus R factorial എന്ന് വന്നു. ഇവിടെ നോക്കൂ 5 into 4 factorial പറഞ്ഞാൽ അത് എന്താ പറയുക ലിറ്ററലി 5 factorial തന്നെയാണ്, ക്യാൻസൽ ചെയ്തു പോയി. ഈ 6 മൈനസ് ആർ ഫാക്ടോറിയൽ 4ന്ന് 6 മൈനസ് ചെയ്യുന്നതാണോ 6ന്ന് 6 മൈനസ് ചെയ്യുന്നതാണോ വലുതെന്ന് വെച്ചാൽ ആക്ച്വലി 6ന്ന് 6 മൈനസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ 1/4 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നതിനെ 6/6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഇൻറ്റു 4 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഈക്വൽ ടു 6 വന്നു. That is r square minus 11r plus 30 equal to 6 varum. That is r square minus 11r plus 24 equal to 0. That add ചെയ്യുമ്പോൾ minus 11 multiply ചെയ്യുമ്പോൾ 24. That is r minus 8 r minus 3 equal to 0 വരും. rന്റെ വാല്യൂ എന്തൊക്കെയാ വരിക? 3 വരാം അല്ലെങ്കിൽ 8 വരാം. അതായത് rന് 3 ഇട്ട് കൊടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും, 8 ഇട്ട് കൊടുത്താലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. That is 5 into 4p3യും 6 into 5p2യും സെയിം ആണ്. അതുപോലെ തന്നെ 5 into 4ന്ന് 8 എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ 3യുടെ വാല്യൂ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് 3 മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, 8 എടുക്കാൻ പറ്റില്ല. കാരണം 4 എണ്ണത്തിൽ നിന്ന് 8 എടുക്കാൻ പറ്റുമോ? ഇല്ല, 4 ഒബ്ജക്ട്സ് 3 എണ്ണം വരെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ rന്റെ വാല്യൂ 3 ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. Find the number of different 8-letter arrangements that can be made from the letters of the word daughter so that all vowels occur together. Second, all vowels do not occur together. അതായത് 8 ലെറ്റർ ഉള്ള വേർഡ് ആണ് ആര്? ഡോട്ടർ. നോക്കൂ 1 2 3 4 5 6 7 8. ഇതിലൊന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല അല്ലെ? ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ വവൽസ് കം ടുഗദർ അല്ലെങ്കിൽ ഒക്കേർ ടുഗദർ ആണ്. ഇവിടുത്തെ വവൽസ് ഏതൊക്കെയാണ്? എ ഇ യു ആണ്. 2 പിന്നെന്താണ് 3 7 പൊസിഷനിൽ കിടക്കുന്ന എ ഇ ഒ ആണ് ഒരു വവൽസ്. അപ്പൊ ഇതിനെ ഞാൻ ഒരൊറ്റ ലെറ്റർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 8 ലെറ്ററിന് 3 ലെറ്റർ ഇവിടെ വന്നാൽ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാലൻസ് 5 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോ ഇതിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്ത 5ഉം പ്ലസ് 1ഉം അല്ലേ? അതായത് ഇവിടെ ഇങ്ങനെ 5 ലെറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഈ എ യു എന്നുള്ള ലെറ്ററും അല്ലേ? അപ്പൊ ഇവിടെ എത്ര ടോട്ടൽ എത്രയായി? 6 എണ്ണാണ്. അപ്പോ 6 ഡിഫറെന്റ് ലെറ്റേഴ്സിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 6 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ 6ാമത്തെ ലെറ്ററായി കിടക്കുന്ന എ യു എന്നുള്ളതിനെ ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ആക്ച്വലി അത് 3 ആണ് അല്ലെ? അപ്പൊ അവിടെയും അവരെ എത്ര രീതിയിൽ ചെയ്യാം? എ യു ആക്കാം, യു എ ഇ ആക്കാം, ഇ എ യു ആക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം? 3 ഫാക്ടോറിയൽ രീതിയിൽ ചെയ്യാം. അപ്പൊ ടോട്ടൽ ഓൾ വവൽസ് ഒക്കർ ടുഗദർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ്.
ഏകദേശം 4320 വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും നോക്കൂ. ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ. ഒരിക്കലും ഒരുമിച്ച് വരരുത്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങളുടെ ക്ലാസ്സിൽ 10 കുട്ടികൾ പാസ്സായി, ടോട്ടൽ 30 കുട്ടികളുണ്ട്. അപ്പൊ തോറ്റ കുട്ടികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ജയിച്ച കുട്ടികളുടെ എണ്ണം കുറച്ചാൽ പോരെ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം? ടോട്ടൽ എത്രയാണോ അറേഞ്ച്മെന്റ്, അതിൽ നിന്നും എല്ലാ വവലും ഒരുമിച്ച് വരുന്ന ആ ഒരു കൗണ്ട് മൈനസ് ചെയ്താൽ ഡു നോട്ട് ഒക്കർ ടുഗദറിന്റെ ആൻസർ കിട്ടും. സോ ഇവിടെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 8 ഫാക്ടോറിയൽ ആണ്. അതിൽ നിന്നും ആദ്യത്തെ കേസ് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ മൈനസ് 6 into 3 ഫാക്ടോറിയൽ. ദിസ് ഈസ് അവർ 6 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസ്. ക്ലിയർ ആയോ? ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്നുള്ളതിന് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ആദ്യം അത് ഒരുമിച്ച് വരുന്നത് എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിച്ചു. എന്നിട്ട് ടോട്ടലിൽ നിന്നും അത് മൈനസ് ചെയ്തു. അപ്പൊ ഒരുമിച്ച് വരാത്തത് കണ്ടുപിടിച്ചു. അടുത്തത്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 4 red, 3 yellow and 2 green discs be arranged in a row if the discs of the same color are indistinguishable? അതായത് എല്ലാം ഡിഫറെന്റ് ആണ്. അതായത് എല്ലാം ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട് എങ്കിൽ ഇതിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ടോട്ടൽ എത്രയുണ്ട് നോക്കൂ. 4 3 7 8 9. അപ്പൊ 9 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ റെഡ് 4 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ മറ്റേ ഫോർമുല യൂസ് ചെയ്തിട്ട് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 വട്ടം യെല്ലോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 വട്ടം ഗ്രീൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 9 into 8 into 7 into 6 into 5 into 4 factorial divided by 4 factorial into 3 into 2 into 1 into 2 into 1. 6 factorial cancel ആയി. 3 into 2 6 ആണ്. 2 എന്ന് പറയുന്നത് 8 4 ടൈംസ് പോയി. ടോട്ടൽ 1260 വരും. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുക. അല്ലാതെ എല്ലാം വലിച്ചു വാരി എഴുതണ്ട. ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ട് വേഗം ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടും. നോക്കിക്കോളൂ കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ്? ഈ 4 കണ്ടീഷൻസ് ചെയ്യണം. ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻസിൽ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. 2 3 4 5 6 7 8 9 10 11 12. അതിൽ ഐ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. n 1 2 3. ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇയോ 1 2 3 4. ഈ എത്രയാണ്? 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഏതാണ്? ഡി. ഡി എന്നുള്ളത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. ടോട്ടൽ ഈ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? അപ്പൊ ഏതൊക്കെ രീതിയിലാണ്? എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ടോട്ടൽ 12 ലെറ്റേഴ്സ് ഉള്ളത്. 12 ഫാക്ടോറിയൽ രീതിയാണ്. പക്ഷെ അതില് 3 രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 രീതിയിൽ 4 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 12 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇതെങ്ങനെ മനസ്സിൽ വെച്ചോളൂ. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു ദി ലെറ്റേഴ്സ് സ്റ്റാർട്ട് വിത്ത്, അതായത് പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? അപ്പൊ പി ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ. പി ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് ഫിക്സ് ചെയ്തു വെച്ചു. നമ്മൾ ഇനി ബാക്കിയുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 3 4 5 6 7 8 9 10 11. 12 എണ്ണത്തിൽ പി അല്ലേ ഫിക്സ് ചെയ്ത്, ബാക്കി 11 എണ്ണല്ലേ? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അതിൽ പി എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരാത്തത് കൊണ്ട് തന്നെ താഴെ എന്ത് വരും? 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ പിയിലായതുകൊണ്ട് അങ്ങനെ. സപ്പോസ് ഡിയിലായിരുന്നെങ്കിലോ? ഡിയിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് 11 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ വരുള്ളൂ. കാരണം ഡി ഓൾറെഡി 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന, അല്ലെ ഡി ഇവിടെ ഫിക്സ് ചെയ്തു. ബാക്കി ചൂസ് ചെയ്യുന്നതിൽ ഡി ഒരു വട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ ഡിയുടെ റിപ്പീറ്റേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ പി ആയതുകൊണ്ട് ബാക്കി എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി നേരത്തെ പോലെ ഡു ഓൾ ദ വവൽസ് ഒക്കർ ടുഗദർ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നോക്കൂ.
ഈ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓൾ വോവൽസ് ഒക്കെ ടുഗദർ പറഞ്ഞാൽ ഏതൊക്കെയാണുള്ളത്? ഐ ഉണ്ട്. എത്ര ഇ ഉണ്ട്? 4 ഇ ഉണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ എത്ര പേരായി? 5 പേരായി. 12ൽ 5 പോയ ബാലൻസ് എത്രയുണ്ട്? പ്ലസ് 7 ലെറ്റേഴ്സ് ആണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 8 ലെറ്റേഴ്സ് വന്നു. അപ്പൊ 8 ലെറ്റേഴ്സിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? 8 ഫാക്ടോറിയൽ ബൈ, അതില് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിൽ ഇ മാത്രമേ ഇവിടെ പെട്ടിട്ടുള്ളൂ, ബാക്കി 2 ആൾക്കാരുണ്ട്. അപ്പൊ 2 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും വന്നു. ഇനി ഇവരെ റിപ്പീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അതില് ഈ 4 വട്ടം വരുന്നുണ്ട്. അപ്പൊ അത് ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഓൾ വോവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന വേർഡിലെ എല്ലാ വോവൽസിനെയും ഒരുമിച്ച് ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ 5 ലെറ്റർ വന്നു. 5 ലെറ്ററിനെയും കൂടി ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തു. ബാലൻസ് ഉള്ളത് 7 ലെറ്റേഴ്സ് ആണ്. ആ 7 ലെറ്ററും ഈ ഒരു ലെറ്ററും കൂടി ടോട്ടൽ 8 ലെറ്റേഴ്സ് വന്നു. ആ 8 ലെറ്റേഴ്സിനെ നമുക്ക് 8 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ ആ 8 ലെറ്റേഴ്സിൽ ഈ മാത്രമേ വോവൽസിൽ പോയിട്ടുള്ളൂ, എന്നും ഡിയും പോയിട്ടില്ല. അപ്പൊ അവര് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തു. 2 ഫാക്ടോറിയൽ കൊണ്ട് 3 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ലെറ്റർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന വോവൽസിന്റെ കളക്ഷൻ എടുത്തു. അതിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്തു ബൈ 4 ലെറ്റേഴ്സ് തന്നെ 4 ഫാക്ടോറിയൽ. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി ഡു ഓൾ ദി വോവൽസ് നെവർ ഒക്കർ ടുഗദർ. അപ്പൊ എന്താ ചെയ്യാം? നേരത്തെ പോലെ, അതായത് ടോട്ടൽ അറേഞ്ച്മെന്റ് വോവൽസ് ഒക്കർ ചെയ്യുന്ന മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 12 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ മൈനസ് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഇത്രയും വലിയ കാൽക്കുലേഷൻ വരില്ല, പക്ഷെ വരുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത് നോക്കൂ. ഡു ദി വേർഡ്സ് ബിഗിൻ വിത്ത് ഐ എൻഡ് ഇൻ പി. അപ്പൊ ഐ എന്നുള്ളത് ഇവിടെ തുടങ്ങി, പി എന്നുള്ളത് ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4, 5, 6, 7, 8, 9, 10. അതായത് ഇവിടെ 10 ലെറ്റേഴ്സ് ആണുള്ളത്. 2 അവിടെ ഫിക്സ് ചെയ്തല്ലോ. 10 ലെറ്റേഴ്സിലും ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അത് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഐയും പിയും എൻഡില് എന്താ പറയാ, ഐയിൽ സ്റ്റാർട്ട് ചെയ്ത് പിയിൽ എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തിരിച്ചാണെങ്കിലും ഇത് തന്നെയാണ്. പിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐയിൽ എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഇതേ കോൺസെപ്റ്റ്. ഇടയിലുള്ള ആളുകൾ ബാക്കിയുള്ളവർ ഫിക്സഡ് ആണല്ലോ. ഓക്കെ, ഏതാ നിങ്ങൾക്ക് ഇയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇയിൽ തന്നെ പറഞ്ഞാലും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മാറ്റം വരും. ഇപ്പൊ 2 ഇ അവിടെ ഫിക്സ് ചെയ്തു, ഇടയിൽ വരുന്ന റിപ്പീറ്റേഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ ഈ 4 എന്നുള്ളത് എന്തായി മാറി? 2 ആയിട്ട് കുറയും. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണോ ചോദ്യം വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പെർമ്യൂട്ടേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള, നമുക്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷൻസ് എന്നുള്ള ടോപ്പിക് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പെർമ്യൂട്ടേഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള 2 വീഡിയോ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കോമ്പിനേഷൻസിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായി. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്